അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്ന, യേശു തൊട്ട, യേശു വന്ന, യേശു തൊട്ട, പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. രക്ഷയതില്ല ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ. മറ്റൊരുവരിലും രക്ഷയതില്ല ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ. നൽകപ്പെട്ട ഏകനാമം, അത് യേശുവിൻ നാമം. നൽകപ്പെട്ട ഏകനാമം, അത് യേശുവിൻ നാമം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്ന, യേശു തൊട്ട, യേശു വന്ന, യേശു തൊട്ട, പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ മെയ് 26 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. TV പ്രേക്ഷക സംഗമം കാട്ടാക്കട മെയ് 29 രാവിലെ 10:30 മുതൽ. സ്ഥലം ദേവി ഓഡിറ്റോറിയം, കാട്ടാക്കട. നാട്ടിലെ ഉണർവ് കരവാളൂർ മെയ് 29, 30 തീയതികളിൽ വൈകുന്നേരം 6:30 മുതൽ. സ്ഥലം കോയിപ്പുറം ഓഡിറ്റോറിയം, കരവാളൂർ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട അത്ഭുത സാക്ഷ്യവുമായിട്ട് നിങ്ങളുടെ മുൻപിൽ വരുവാൻ കർത്താവിനെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കൊല്ലത്ത് നിന്ന് വരുന്ന റോയ് എന്നു പേരുള്ള ഒരു ബ്രദറിൻ്റെ സാക്ഷ്യമാണ്. ബ്രദർ പറയുന്നത് 20 വർഷമായിട്ട് തനിക്കുണ്ടായിരുന്ന മദ്യപാനത്തിൽ നിന്നും കർത്താവ് തന്നെ പൂർണ്ണമായി വിടുവിക്കുവാനിടയായി തീർന്നു. ബ്രദർ പറയുന്നത് 20 വർഷം എന്നത് തൻ്റെ ലൈഫിൽ താനായിരുന്ന സകല ബന്ധങ്ങളെയും അത് നിമിത്തം അകറ്റുവാനിടയായി തീർന്നു. തൻ്റെ ഭാര്യ തന്നെ വേണ്ട എന്ന് വെക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ഒരു ഡൈവേഴ്സ് പെറ്റീഷൻ കൊടുക്കുന്ന വിധത്തിൽ, തൻ്റെ വീട്ടിലുള്ളവർ തന്നെ വെറുക്കുന്ന വിധത്തിൽ, അമ്മ പോലും
വിഷമിക്കുന്ന വിധത്തിൽ, വേണ്ട എന്ന് പറയുന്ന വിധത്തിൽ, വളരെ മാനസിക പ്രശ്നമുണ്ടാക്കുന്ന വിധത്തിലൊരു ജീവിതശൈലിയായിരുന്നു തനിക്കുണ്ടായിരുന്നത്. പലപ്പോഴും വീട്ടിൽ വരാറില്ലായിരുന്നു. ഒത്തിരി പ്രയാസത്തിലൂടെ കടന്നുപോയ ആ കുടുംബത്തെ കർത്താവ് വിടുവിക്കുവാനിടയായി. ഒരിക്കൽ TV പ്രോഗ്രാം കാണുവാനും അതിലൂടെ കർത്താവിനെ കേൾക്കുവാനും ഇടയായി. ഈ കുടുംബം അന്നു മുതൽ രക്ഷയിലേക്കും വളരെ വലിയ നന്മയിലേക്കും കർത്താവ് കൊണ്ടുവന്നു. ഈ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ, അല്ല ഈ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങൾ അനേകരോട് ഇത് പങ്കുവെക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ വാതിലുകൾ തുറക്കട്ടെ, നന്മകൾ തുറക്കട്ടെ. ആ സമാധാനത്തിലായിരിക്കുന്ന കുടുംബം സ്വസ്ഥതയിലേക്ക് വരട്ടെ. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. കുടിച്ച് റോഡിലും ഓടയിലും എല്ലാം ആണ് കിടന്നുകൊണ്ടിരുന്നത്. ഇനി നന്നാവത്തില്ല എന്ന് വരെ സ്വന്തം അമ്മയും സഹോദരങ്ങളും എല്ലാവരും പറഞ്ഞു. നീ അങ്ങ് ബന്ധം ഒഴിഞ്ഞു പോ, മരിച്ചാ മതി, ഞങ്ങൾക്ക് നാണക്കേടാണ്. ഞങ്ങൾ തമ്മിൽ ബന്ധം ഒഴിയാനായിട്ട് കേസ് കൊടുത്തു. അത്രയ്ക്ക് ദേഷ്യമാണ് പുള്ളിക്കാരൻ്റെ അടുത്ത് എനിക്ക്. ഞാനും മോനും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഇത് റോയ് ബ്രദറാണ്. കൊല്ലം ചർച്ചിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബം. അന്നമ്മ ജോയി ഞങ്ങളുടെ ചർച്ചിലെ അനുഗ്രഹിക്കപ്പെട്ടൊരു ലീഡർ. ഇവരുടെ വീട്ടിലൊരു പ്രയർ നടക്കുന്നു. കൂടുള്ളത് ജോമോൻ റോയി ആണ്. വണ്ടർഫുൾ ജീസസ്, പ്രൈസ് ദി ലോർഡ്. തനിക്ക് പറയാൻ ഒരു വലിയ സാക്ഷ്യമാണ് ഉള്ളത്. റോയ് ബ്രദർ എനിക്ക് ഇന്നും കൊല്ലം ചർച്ചിൽ വന്നത് ഇന്നത്തെ പോലെ ഞാൻ ഓർമ്മിക്കുന്നു. AJ ഹോളിൻ്റെ വലതുവശത്ത് ഒരു 8ാമത്തെ 9ാമത്തെ റോയുടെ ആ മൂലയ്ക്ക് ആരും കാണണ്ട എന്ന് ചുരുട്ടി കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിരുന്നയാളാണ്. ആമേൻ. റോയ് ബ്രദറെ പറയാവോ, എത്ര നാള് മദ്യപാന സ്വഭാവത്തിൽ ജീവിച്ചിരുന്നു? പറയാവോ, മൈക്ക് ഉയർത്തി വെച്ച് പറയണേ. 20 വർഷത്തോളം മദ്യപിക്കുമായിരുന്നു. സിസ്റ്ററെ, മദ്യപാനത്തിന്റെ പ്രശ്നം നിമിത്തം വീട്ടിൽ എന്തൊക്കെയായിരുന്നു പ്രയാസങ്ങൾ? ഞങ്ങൾ തമ്മിൽ ബന്ധം ഒഴിയാനായിട്ട് കേസ് കൊടുത്തു. നിങ്ങൾ തമ്മിൽ ബന്ധം ഒഴിയാനായിട്ട് കേസ് കൊടുത്തു? അതെ, കുടിച്ച് റോഡിലും ഓടയിലും എല്ലാം ആണ് കിടന്നുകൊണ്ടിരുന്നത്. കുടിച്ചിട്ട് റോഡിലും ഓടയിലും ഒക്കെയാണ് കിടന്നുകൊണ്ടിരുന്നത്. ആൾക്കാരുടെ അപമാനവും സഹിച്ച് ഒത്തിരി, ആൾക്കാരുടെ അപമാനങ്ങളൊക്കെ ഒത്തിരി സഹിച്ചു. ഇനി നന്നാവത്തില്ല എന്ന് വരെ സ്വന്തം അമ്മയും സഹോദരങ്ങളും എല്ലാരും പറഞ്ഞു. റോയ് ബ്രദർ എന്താ പറയാനുള്ളത്? റോയ് ബ്രദർ അങ്ങനെയായിരുന്നോ? എന്ന് പറഞ്ഞ ആളുകൾ കേൾക്കട്ടെ. നമ്മളെ കർത്താവ് രക്ഷിച്ചില്ലേ? ഇത് കൂടെ ഞാൻ ഓടെ കടന്നിട്ടില്ല റോയ് ബ്രദറെ, പക്ഷെ ഞാൻ നല്ല കള്ളുടിയനായിരുന്നു. എന്റെ അപ്പനും അമ്മയ്ക്കൊന്നും അറിയത്തില്ലായിരുന്നു, നാട്ടുകാർക്ക് അറിയത്തില്ലായിരുന്നു, നാട്ടുകാർക്ക് അറിയായിരുന്നു, അപ്പനും അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു. ബിസിനസിന്റെ ആവശ്യമായിട്ട് പോകും, കള്ളു കുടിച്ച് എന്താ ബോധമില്ലാന്നവരെ കുടിക്കുന്ന സ്വഭാവമായിരുന്നു എനിക്കുണ്ടായിരുന്നു. റോയ് ബ്രദറിന് പറയാവോ എത്രത്തോളം കുടിക്കുമായിരുന്നു? ബോധം നഷ്ടപ്പെടുന്നവരെ കുടിക്കുമായിരുന്നു. പറഞ്ഞേ. ഇഷ്ടം പോലെ കുടിക്കുമായിരുന്നു. ഇഷ്ടം പോലെ കുടിക്കാന്ന് പറഞ്ഞേ എങ്ങനെയാ ബോധം നഷ്ടപ്പെടുന്നവരെ കുടിക്കും? ഒന്നും ചിന്തയില്ല, പിന്നെ ഒരു ചിന്തയില്ല വീട്ടിൽ. അതുകൊണ്ട് യാതൊരു സമാധാനം. വീട്ടിലേക്ക് എന്തെങ്കിലും കൊടുക്കുമായിരുന്നു ബ്രദറെ? അതും കുടിക്കുകയേ ഉള്ളൂ. സിസ്റ്റർ ഒന്ന് പറഞ്ഞേ. സിസ്റ്റർ ഒരു നല്ല ലീഡറാണ് നമ്മുടെ ചർച്ചിലെ കേട്ടോ, അനുഗ്രഹിക്കപ്പെട്ട ലീഡറാ. പറഞ്ഞേ. കല്യാണം കഴിഞ്ഞ അന്ന് മുതലേ കുടിയാണ്. അന്ന് മുതൽ കുടിയാ? അന്ന് മുതലേ കുടിയാ. ആ ദിവസം മുതൽ കുടിച്ചു തുടങ്ങിയ? എന്നിട്ട് പറഞ്ഞേട്ടെ. വീട്ടിൽ വരില്ല, ഒരു ദിവസം വന്നാ 10 ദിവസം വരത്തില്ല. എന്റെ ഇഷ്യൂ എല്ലാ ദിവസവും വീട്ടിലും വരില്ല. ഈ കള്ളു കുടിച്ചിട്ട് അങ്ങനെ പോകും. അതെ, അവരുടെ വീട്ടിലും പോവില്ല. അന്വേഷിക്കുമ്പോ റോഡേലും കടത്തിണ്ടയിലും കിടക്കുവാന്നറിയും. എന്റെ യേശുവേ, റോയ് എന്ന് പറഞ്ഞ ഈ സഹോദരൻ ഇന്ന് കുട്ടപ്പനായി നമ്മുടെ മുമ്പിൽ സൗന്ദര്യമുള്ളവനായി ആരോഗ്യമുള്ളവനായി നിൽക്കുമ്പോ ഒരിക്കൽ ഓടയിൽ കിടന്നു, കടത്തിണ്ണയിൽ കിടന്നു. ആ സ്ഥിതിയിൽ നിന്നാണ് യേശു രക്ഷിച്ചത്. പറഞ്ഞിട്ട് അപ്പോ കുടുംബം, ഫാമിലി തകർന്നു. ഡിവോഴ്സിന് വേണ്ടി കേസ് കൊടുത്തു. അതിന്റെ ഇടയിൽ ഒരു മോനുണ്ടായി. ഓക്കെ, മോന്റെ കാര്യങ്ങൾ നോക്കത്തില്ല. ഞാനൊരു കടയിൽ പോയാണ് ജീവിക്കുന്നത്, കുഞ്ഞുമായിട്ട് ജീവിച്ചത്. 13 വർഷമായി ആ കടയിൽ ഫാൻസി സെന്റർ നടത്തുക. ആ കടയിൽ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ബ്രദറിന്റെ സൂര്യ ടിവിയിലൂടെ പ്രോഗ്രാം കണ്ടോണ്ടിരുന്നത്. അപ്പം ബ്രദർ ഇങ്ങനെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു നമുക്ക് കൊല്ലം ചർച്ചിൽ പോവാം. അപ്പൊ അതുവരെ വരാതിരുന്ന റോയ് ചായന് ശനിയാഴ്ച രാത്രി വെള്ളം അടിച്ചു വരുന്നു. അത്രയും ദിവസം വീട്ടിൽ വരായിരുന്ന ആള് വെള്ളം അടിച്ചു വരുവാ, വീട്ടിലോട്ട് വരുവാ. അതിനൊരു കയ്യടി കൊടുത്തേ. തമ്പുരാന് പരിപാടികളല്ലേ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുവാർത്ത കേട്ടോ. അത്രയും ദിവസം വീട്ടിൽ, എത്ര ദിവസം ആ സമയത്ത് വരാതിരുന്നു വീട്ടിൽ? 5 വർഷം വരാതിരുന്ന ആളാണ്. 5 വർഷം. ഈ 13 വർഷം കല്യാണം കള്ളു കുടിച്ച് ജീവിച്ചിട്ട് എത്ര? 13 കൊല്ലം. എത്ര വരുന്നു?
16 വർഷമായി ഞങ്ങളുടെ കല്യാണം 16 കൊല്ലം വിവാഹം കഴിഞ്ഞിട്ട് അതിൽ 13 കൊല്ലവും മദ്യപിച്ച് ജീവിച്ചു. ആ മദ്യപിച്ച് ജീവിച്ചതിന്റെ ആളില് 5 കൊല്ലം ബന്ധമില്ലായിരുന്നു. ഇല്ല. ബന്ധമില്ലാതിരിക്കുന്നതിന്റെ ഇടയിലാണ് സൂര്യ ടിവിയിലെ പ്രോഗ്രാം കണ്ട് പിറ്റേ ഞായറാഴ്ച പോകണമെന്ന് തീരുമാനിക്കുന്നത്. അന്ന് വൈകുന്നേരത്ത് വരുന്നു, വെള്ളം അടിച്ച് വിക്രിയായിട്ട് വരുവാ. അതൊരു രസമുള്ള കാര്യം. ഈ കഥ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഡിവോഴ്സ് ആവും കേസ് കൊടുത്തിരിക്കുന്ന കാര്യം എനിക്ക് അറിയത്തില്ല. പറഞ്ഞേട്ടെ. അങ്ങനെ വന്നപ്പോ ഞാൻ പറഞ്ഞു വരണ്ടാന്ന് പറഞ്ഞതല്ലേ, ഇവിടെ വരണ്ട, ബന്ധമൊഴിയാൻ പോവല്ലേ, ഇവിടെ കേറണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, റോയിച്ചായ ഇതെല്ലാം ഓർമ്മയുണ്ടോ? ഒന്ന് പറ. ഓക്കെ, എന്നിട്ട് അങ്ങനെ പുള്ളിക്കാരൻ അകത്ത് കയറി, വീട്ടിനകത്ത് കയറി. അകത്ത് കയറിയിട്ട് പോകുന്നില്ല എന്നും പറഞ്ഞ് അകത്ത് കയറി ഇരിക്കുവാ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വെളുപ്പിനെ പോണം പ്രാർത്ഥനയ്ക്ക് എന്ന് പറഞ്ഞു. പോന്നെങ്കിൽ പോ എന്ന് പറഞ്ഞു. അത്രയ്ക്ക് ദേഷ്യമാണ് പുള്ളിക്കാരന്റെ അടുത്ത് എനിക്ക്. അപ്പൊ എന്റെ മനസ്സിൽ ദൈവം ഇങ്ങനെ തോന്നിക്കോ, ഒന്ന് ചോദിക്കാം എന്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരുന്നോന്ന്. എന്റെ ദൈവം, 5 വർഷം കഴിഞ്ഞിട്ട് ആ രാത്രിയാണ് ആദ്യം വന്നത്. നിങ്ങളൊന്ന് എല്ലാവരും കൈയടിച്ച് ആർത്തി വിളിച്ച് സ്തുതിച്ച്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഇത് സ്വപ്നത്തിൽ കേട്ടിട്ടുള്ള കഥകളാണ്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. ഞാൻ റോയി ബ്രദറിന് വന്നതിന്റെ അന്ന് ഇദ്ദേഹത്തിന്റെ തലയിൽ വെച്ച് ദൂത് പറഞ്ഞ് ഇന്നത്തെ പോലെ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ദിവസമാണ് ഇടപെട്ടത്. അത് ഈ 5 കൊല്ലത്തിന് ശേഷം ഇവര് ആദ്യമായി കണ്ടു. ആ രാത്രി ഇവര് പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് വരാൻ. ഇവരും ആദ്യമായിട്ട് വരുവോ? യേശുവേ, ഇത് എന്നെ ഇടപാടല്ലേ? വണ്ടർഫുൾ ജീസസ്, ആമേൻ. യേശുവെ പോലെ നല്ല ദൈവം വേറെ ആരുണ്ട്? 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 ആമേൻ. പറഞ്ഞോട്ടെ. ആദ്യം പറഞ്ഞു വരുന്നില്ല എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞു വരുന്നില്ല. പിന്നെ പറഞ്ഞു ഞാൻ വരുന്നെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ പല്ല് തേക്കാനാണെന്ന് പറഞ്ഞ് വെളിയിൽ പോയി. ഞാൻ വിചാരിച്ചു പല്ല് തേക്കുമായിരിക്കുവാണ്. ബ്രദർ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് വെള്ളം എടുത്ത് കുപ്പി കുടിച്ചുകൊണ്ടാ വന്നേന്നുള്ളത്. അങ്ങനെ ഞങ്ങളുടെ അത് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. അന്ന് ബ്രദർ പറഞ്ഞായിരുന്നു. എന്റെ തലയിലില്ല. പറഞ്ഞേട്ടെ. അങ്ങനെ ഞങ്ങൾ കൊല്ലം ചർച്ചിൽ വന്നു. ആദ്യമായിട്ട് അന്ന് രാത്രി കള്ളുകൂടി നിർത്തിയ ആളാണ്. അന്ന് രാത്രി കള്ളു കുടിച്ച് ഫിറ്റായി വീട്ടിൽ 5 കൊല്ലത്തിന് ശേഷം വന്നു. അത് യാദൃച്ഛികയല്ല, ദൈവത്തിന്റെ ഒക്കെ പ്ലാൻ അല്ലേ? നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉളവാകുന്നതിനേക്കാൾ മുമ്പേ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത് എത്ര ശരിയാ? ഒന്ന് കൈയടിച്ചു ആമേൻ പറഞ്ഞേ. ലോക സ്ഥാപനത്തിന് മുമ്പേ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത് എത്രയോ ശരിയാ. യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങളെ ഒന്ന് കേൾക്കണേ. ആരെങ്കിലും മദ്യപിക്കുന്നവരെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരോട് ലിങ്ക് അയച്ചു കൊടുത്തിട്ട് പറ, ഈ പ്രോഗ്രാം കാണണം, ഈ സാക്ഷ്യം കാണണം. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. നാർത്ത് വിളിച്ചു പറഞ്ഞേ, യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ചർച്ചിൽ വന്നു, ടോക്കൺ എടുത്തു. അപ്പൊ ഞങ്ങള് ഫ്രണ്ടിൽ വന്നിരുന്നു. അപ്പൊ ബ്രദർ വന്നിട്ട് പുറയിലിരുന്ന ഒരു ബ്രദറിനെയും കുടുംബത്തെയും പ്രാർത്ഥിച്ചു മദ്യപാനികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ഞങ്ങളെ ഒന്ന് തൊട്ടായിരുന്നെങ്കിലെന്നും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ബ്രദർ അങ്ങ് കേറി പോയി സ്റ്റേജിലോട്ട്. കുറച്ച് കഴിഞ്ഞ് ബ്രദർ വന്നിട്ട് റോയി ബ്രദറിനെ തൊട്ടിട്ട് പറഞ്ഞു നീ എവിടെ നിന്ന് വരുന്നെന്ന് ചോദിച്ചു. ബ്രദർ പറഞ്ഞു തേവലക്കരയിൽ നിന്ന് വരികയാണ്. അപ്പൊ നീ ഇന്ന് മദ്യപിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അന്നപ്പോ രാവിലെ പോയി മദ്യപിച്ചു. അത് കൊള്ളാം. അന്ന് കള്ളു കുടിച്ചിട്ടാണ് രാവിലെ മദ്യപിച്ചല്ല, കൊണ്ടുവന്നിട്ട് വാങ്ങിച്ചെടുത്ത് കുടിച്ചിട്ട് മദ്യപിച്ചല്ല, ബാക്കി ഇരുന്നതാനും അടിച്ചതാ. വെളുപ്പിനെ വന്നപ്പോ ബാക്കി ഇരുന്നങ്ങോട്ട് അടിച്ചതാ. അത് രാവിലെ 6 മണിക്ക് അവിടുത്തെ ആരാധന. അന്ന് എനിക്ക് 7-7:30 വന്ന് കാണും നിങ്ങൾ അവിടെ. ഞങ്ങള് വെളുപ്പിനെ വന്നു, 5:30 ആയപ്പോ വന്നു. 5:30 വന്നു. അപ്പൊ 5:30 ആ കെട്ടു പോയിട്ടില്ല. ഭയങ്കര കാര്യമായി. പറഞ്ഞാട്ടെ. അപ്പൊ ബ്രദർ പറഞ്ഞു നീ ദൈവത്തിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ ദൈവം ഇന്ന് നിന്നെ തൊടുകയാണെന്ന് പറഞ്ഞു. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. അന്ന് മുതല് ഇന്നേക്ക് 5 വർഷത്തോളം.
യേശുവേ, എന്റെ യേശുവേ, അമ്മയുടെ ഉദരത്തിൽ ഉളവാകുന്നേക്കാൾ മുമ്പ് ഞങ്ങളെ തെരഞ്ഞെടുത്ത കർത്താവേ, അങ്ങേ പോലെ സ്നേഹിക്കാൻ ആരാ ഉള്ളേ? അങ്ങേ പോലെ കരുതാൻ ആരാ ഉള്ളേ? അങ്ങേ പോലെ വിടുവിക്കാൻ ആരാ ഉള്ളേ? യേശുവേ. ആമേൻ, ആമേൻ, ആമേൻ. ഇത് ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പൂർണ്ണ മദ്യപാനത്തിന് അടിമയായിരുന്നു. അതിൽ നിന്ന് മദ്യപിച്ചു കഴിഞ്ഞാൽ കടത്തിണ്ണയിലോ റോഡിലോ കിടക്കും, വീട്ടിൽ നിന്ന് വഴക്കുണ്ടാകും. വിവാഹമോചനത്തിന് കേസ് കൊടുത്തിരുന്നു. സ്വന്തം വീട്ടുകാർ പോലും ദുസ്വഭാവം കാരണം ഉപേക്ഷിച്ചു. അമ്മ പറയുമായിരുന്നു, നീ അങ്ങ് ബന്ധം ഒഴിഞ്ഞു പോ, മരിച്ചാ മതി, ഞങ്ങൾക്ക് നാണക്കേടാണ്. ഷോ, അങ്ങനെയുള്ള ആളാ നമ്മുടെ ചർച്ചിലെ ലീഡർ ഇപ്പോ. അതാണ്, മനുഷ്യനെ ഒരാളെ രൂപാന്തരപ്പെടുത്താൻ കഴിയത്തില്ല, പക്ഷെ എന്റെ യേശു തൊട്ടാൽ, എന്റെ യേശു തൊട്ടാൽ വ്യക്തികൾ രൂപാന്തരപ്പെടും, വ്യക്തികൾ രൂപാന്തരപ്പെടും. അമ്മ പോലും പറയുമായിരുന്നു ഇവനങ്ങ് മരിച്ചാൽ മതിയെന്ന്. പക്ഷേ അമ്മയുടെ ഉദരത്തിൽ ഉളവാകണേക്കാൾ മുമ്പ് ജീസസ് വേൾഡ് ലീഡറാകാൻ ദൈവം മുദ്രയിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട്, ഒരു കൂട്ടായ്മ നടത്താൻ നിന്റെ മകനെ തെരഞ്ഞെടുത്തത് കൊണ്ട്, തേവലക്കരയിൽ ഒരു ഉണർവുണ്ടാക്കാൻ തെരഞ്ഞെടുത്തതുകൊണ്ട് ആർക്കും അത് മാറ്റാൻ കഴിയത്തില്ല, ആർക്കും അത് മാറ്റാൻ കഴിയത്തില്ല. ജീവിതം ദുസ്സഹമായപ്പോൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചു. ഞാനും മോനും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. മോനെ, നിനക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാവോ? മോനൊന്ന് പറയാവോ? ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച കാര്യമൊക്കെ നിനക്ക് അറിയാവോ? അമ്മ പറഞ്ഞു, നീ കേൾക്കാൻ തയ്യാറായി. നീ പറഞ്ഞു മതിയിടാ, മതി. എന്നാൽ ഒരു ദിവസം വളരെ മനോഹരമായ സാക്ഷ്യങ്ങൾ എഴുതിയിരിക്കുന്നു. വീട്ടുകാർ തള്ളിക്കളഞ്ഞ റോയിക്ക് കുടുംബ ഷെയർ കിട്ടി. അതെ, എല്ലാരും പറഞ്ഞത് ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞ അവസ്ഥയില് കുടുംബം എഴുതി കൊടുത്ത അമ്മ. ഈ മോനെ വേണ്ടെന്ന് പറഞ്ഞ അമ്മ തന്നെ കുടുംബം എഴുതി കൊടുത്തത് റോയിക്കാ. ഒന്ന് ആർത്ത് വിളിച്ചൊരു ദൈവത്തിനെ സ്തുതിച്ച് യേശുവേ നന്ദി പറഞ്ഞേ. ഞാൻ ഈ മനുഷ്യനെ കാണുമ്പോൾ എല്ലാ ദിവസവും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും. ഇത്ര എനിക്ക് പരിചയമുള്ളൂ കേട്ടോ. റോയിച്ച എന്തുകൊണ്ട് ചോദിക്കും, എന്റെ കൂടെ എന്നാ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നതെന്ന് ചോദിക്കും. ഇതന്നെ ഈ സാധനം ചോദിക്കും. വേറെ എന്തെങ്കിലും ചോദിക്കുമോ? ഞാൻ ഇത് രണ്ട് കാര്യം ചോദിക്കത്തുള്ളൂ. കാരണം ഇദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നുവേ, ഇതേ എന്റെ കർത്താവിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ള ദൈവം ഒരാളുടെ ലൈഫിൽ മാറ്റം വരുന്നു. റോയിച്ച ഞാനും കള്ളു കുടിക്കുന്ന ആളായിരുന്നു, പക്ഷെ വഴി കിടക്കേണ്ട ഗതികേട് വന്നില്ല, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയില്ല. എന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ്, നമ്മളെ കരുതിയ കർത്താവ് സ്വന്തമായി ഫർണിച്ചർ കട തുടങ്ങിയോ? സ്വന്തമായിട്ട് ഫർണിച്ചർ കട തുടങ്ങി. ആമേൻ. ബ്രദറിന്റെ കൂടെ ഞങ്ങൾ അനുഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആമേൻ, ആമേൻ. ഫർണിച്ചർ കട തുടങ്ങി. സ്വന്തമായിട്ട് വണ്ടി ഉണ്ടായി, രണ്ടുപേർക്കും വണ്ടി ഉണ്ടായി. രണ്ടുപേർക്കും വണ്ടി ഉണ്ടായി. ഒന്ന് ആർത്ത് വിളിച്ചൂടെ ഹല്ലേലൂയ പറ. രണ്ടുപേർക്ക് വണ്ടിയുണ്ട്. വീട്ടിൽ വലിയൊരു പ്രയർ ഹോള് പണിഞ്ഞു. കൊല്ലം ചർച്ചിൽ നിന്ന് പ്രേയറിന് വരുമ്പോൾ സ്ഥലക്കുറവായിരുന്നു. അപ്പൊ ഞങ്ങൾ തീരുമാനമെടുത്തു വലിയൊരു ഹോള് പണിയണോന്ന്. അതുകൊണ്ട് തന്നെ വലിയൊരു ഹോള് പണിഞ്ഞു. Wonderful Jesus, wonderful Jesus. ഉണർവ് വരുന്നേ, ഒരു ഉണർവ് വരുന്നേ, 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 ഉണർവ് വരുന്നേ, ഒരു ഉണർവ് വരുന്നേ. ആമേൻ. ഇത് മാത്രമല്ല, അന്നമ്മയ്ക്കും ദൈവം കൊടുത്ത അത്ഭുതങ്ങൾ പറയട്ടെ. അഞ്ചലിൽ ധ്യാനം കൂടിയതിനു ശേഷം അമിത വണ്ണം കുറഞ്ഞു. യൂട്രസിൽ കുരുക്കളുണ്ടായിരുന്നു. പീരീഡ്സ് വരത്തില്ലായിരുന്നു. അവിടെ വന്ന് ധ്യാനത്തിന് കൂടി ഞാൻ പോയി സ്കാൻ ചെയ്തപ്പോൾ അതില്ല. ആമേൻ, ഹല്ലേലൂയ. ഈ സിസ്റ്റർ വർത്താനം പറയുമ്പോൾ എനിക്ക് തോന്നുവാ സ്റ്റേജിൽ നിന്ന് നാളെ ഒരു ദിവസം പ്രസംഗിക്കാൻ പോവാ, ആദിശക്തിയോടെ ഉപയോഗിക്കപ്പെടാൻ പോവാ. ഇത് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുവാ കേട്ടോ. ഉണർവ് വരുന്നേ, ഒരു ഉണർവ് വരുന്നേ, തേവലക്കരയിൽ ഒരു ഉണർവ് വരുന്നേ, ഉണർവ് വരുന്നേ, ഒരു ഉണർവ് വരുന്നേ, തേവലക്കരയിൽ ഒരു ഉണർവ് വരുന്നേ. PCOD മാറിപ്പോയി, ഗ്യാസ് ട്രബിൾ മാറിപ്പോയി. വിവാഹം കഴിഞ്ഞിട്ട് ഇനിയുണ്ടോ സാക്ഷി അതിനകത്ത്?
കഴിഞ്ഞില്ല. കുടലിലെ കാലിലെ നീര് മാറി, കഫക്കെട്ട് മാറി. ഇപ്പോൾ സ്വന്തമായി മുട്ടയുടെ ബിസിനസ് ഉണ്ട്. മകനെ 10ാം ക്ലാസ്സിൽ A+ ലഭിച്ചു, 8 A+ ലഭിച്ചു എന്ന് പറഞ്ഞ് ഈ സിസ്റ്റർ പറഞ്ഞ വാചകം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഈ പ്രാർത്ഥനയ്ക്ക് വന്നതിന് ശേഷം അനുഗ്രഹിക്കപ്പെട്ടേ ഉള്ളൂ. പറഞ്ഞേ അതിനുശേഷം ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, സുവിശേഷം പറയുന്നുണ്ട്. ദൈവം അനേകരെ ഫോൺ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം സിസ്റ്ററെ കർത്താവ് ഒരു ആപത്തിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും വിടുവിച്ചു എന്ന് മാത്രമല്ല, അനേകർക്ക് ഒരു അത്ഭുതമാക്കി വെച്ചിരിക്കുക. ഉണർവ് വരുന്നേ, ഒരു ഉണർവ് വരുന്നേ, ദേവലക്കരയിൽ ഒരു ഉണർവ് വരുന്നേ, ഉണർവ് വരുന്നേ, ഒരു ഉണർവ് വരുന്നേ, ദേവലക്കരയിൽ ഒരു ഉണർവ് വരുന്നേ. എനിക്ക് തോന്നുന്നു കുറച്ചു നേരം കൂടെ ഇവിടെ സാക്ഷ്യം കേൾക്കേണ്ട ദിവസമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ അല്പം താമസിച്ചാ തുടങ്ങി. എല്ലാ കാര്യം കുറച്ച് ലേറ്റായിട്ടാ പോകുന്നത്. ആലില്ല, നമ്മളെല്ലാവരും കരം ഉയർത്തി കുടുംബത്തെ അനുഗ്രഹിച്ച്. റോയിച്ചാൻ എന്തെങ്കിലും കൊണ്ട് പറയാനുണ്ടോ? എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. എനിക്ക് ഒരു ഉമ്മയും കൂടെ തന്നേക്കാം. ഞാൻ ഇദ്ദേഹത്തെ കാണുമ്പോൾ എന്തൊരു ഉമ്മ കൊടുക്കും. എന്നിട്ട് പറയാം എൻ്റെ കൂടെ സുവിശേഷ വേല ചെയ്യണം. ഞാനിപ്പോൾ ചിന്തിക്കുക, സുവിശേഷ വേല ചെയ്യുക എൻ്റെ കൂടെ. തേവലക്കരയിൽ നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഒരു ഉണർവ് ചലിക്കാൻ പോകുന്നു. അതുപോലെ ഈ പാട്ട് പാടാനും ഇൻസ്ട്രുമെന്റ് വായിക്കാനൊക്കെ ഏതെങ്കിലും പഠിക്കാൻ പോകണം. കർത്താവുമായി കുടുംബമായി കർത്താവിനെ സേവിക്കണം കേട്ടോ. എല്ലാ കരവും ഉയർത്തി കുടുംബത്തിന് നേരുന്ന പ്രാർത്ഥിച്ച്, യേശുവേ ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ കുടുംബത്തെ നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അനേക ആയിരങ്ങൾക്ക് നിന്റെ മകൻ ഒരു പ്രയോജനമാകട്ടെ. ആദിശക്തിയോട് ഉപയോഗിക്കട്ടെ. മദ്യപിക്കുന്ന, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളെ രക്ഷിക്കുന്ന ഒരു ശുശ്രൂഷ ഈ വീട്ടിൽ കൊടുക്കണമേ അപ്പ. അനേക ആയിരങ്ങൾക്ക് ഈ വീടൊരു അനുഗ്രഹമാകട്ടെ. അനേക ആയിരങ്ങൾക്ക് ഈ വീടൊരു അനുഗ്രഹമാകട്ടെ. അനേക ആയിരങ്ങൾക്ക് വീടൊരു ഉയർച്ചയാകട്ടെ. താങ്ക് യു വെരി മച്ച്. മിറക്കിൾ സൺഡേ അഞ്ചലിൽ മെയ് 26 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. TV പ്രേക്ഷക സംഗമം കാട്ടാക്കട മെയ് 29 രാവിലെ 10:30 മുതൽ. സ്ഥലം ദേവി ഓഡിറ്റോറിയം, കാട്ടാക്കട. നാട്ടിലെ ഉണർവ് കരവാളൂർ മെയ് 29, 30 തീയതികളിൽ വൈകുന്നേരം 6:30 മുതൽ. സ്ഥലം കോയിപ്പുറം ഓഡിറ്റോറിയം, കരവാളൂർ. ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര വലുതാണ്. ഒരു വ്യക്തിയെ ആളുമാറിയതുപോലെ ആക്കുന്നത് കർത്താവിൻ്റെ ശക്തിക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. ഒരു കുടുംബത്തെ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ നന്മയിലേക്ക് വരില്ല, സ്വസ്ഥതയിലേക്ക് വരില്ല എന്ന് പറയുന്ന ആ സ്ഥിതിയിൽ നിന്നും പ്രതീക്ഷിക്കാൻ കഴിയാത്ത സൗഭാഗ്യത്തിലേക്കും നന്മയിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നത് കർത്താവിൻ്റെ കൃപ മാത്രമാണ്. ഹല്ലേലൂയ. സുവിശേഷം നമ്മൾ അനേകരോട് പറയുമ്പോൾ, ഹല്ലേലൂയ, അല്ലെങ്കിൽ സുവിശേഷം പറയുന്ന ഒരു പ്രോഗ്രാമിനെ നിങ്ങൾ വേറൊരാളോട് പറയുമ്പോൾ ആ കുടുംബം കൂടെ രക്ഷ അനുഭവിക്കുകയാണ്. നിങ്ങളുടെ ഒരു വാക്ക് അനേകരെ സമാധാനത്തിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. നമ്മൾ കാണാറുണ്ട്, ട്രാക്റ്റ് കൊടുക്കുന്ന ആളുകളെ കാണാറുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, അവരൊരു പക്ഷേ 1000 പേർക്ക് കൊടുക്കുമ്പോഴായിരിക്കാം 10 പേർ അതിലൂടെ സ്പർശിക്കപ്പെടുന്നത്. പക്ഷേ ആ 10 പേർ വളരെ വിലപ്പെട്ടതാണ്. ആ കുടുംബം ഒരുപക്ഷെ സമാധാനത്തിലും, അല്ലെങ്കിൽ ലഹരിയുടെ അടിമത്തത്തിൽ, അല്ല എങ്കിൽ ആത്മഹത്യയുടെ വാക്കിൽ, പല വേദനയിലുമായിരിക്കും ഒരു പക്ഷേ ആ കുടുംബങ്ങൾ പോകുന്നത്. എന്നാൽ അവരെ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ കഴിയുന്നത് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ വാക്കുകൾ അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. കർത്താവെ, ഇന്ന് ഞങ്ങൾ കേട്ട സാക്ഷ്യം അല്ല അപ്പോൾ അവിടുന്ന് ചെയ്ത അത്ഭുതം, ഇത് കാണുന്ന വ്യക്തികളുടെ ഉള്ളിലും വലിയ സന്തോഷവും വിടുതലും ഉണ്ടാകട്ടെ. കർത്താവെ, ആ ദൈവശക്തി ചലിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, അവർക്കും പ്രതീക്ഷയുടെ ഒരു വാതിൽ തുറക്കട്ടെ അപ്പാ. അവർക്കും സ്വസ്ഥതയുള്ള ഒരു ലൈഫ് ഉണ്ടാകും എന്ന ക്രിസ്തുവിലുള്ള വിശ്വാസം അവരുടെ ഉള്ളിലും ഉണ്ടാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. ഞങ്ങളെ കാണുന്ന കുടുംബങ്ങളിൽ യേശുവേ അപ്പാ, അവരുടെ ജീവിതത്തിലും കർത്താവുമായുള്ള ബന്ധത്തിൽ ഉറപ്പോടെ നിൽക്കുവാനും ധൈര്യത്തോടെ ബലപ്പെടുവാനും യേശുവേ കൃപയെ കൊടുക്കണമേ അപ്പാ. അത്ഭുതങ്ങൾ അപ്പാ വീടുകളിൽ സ്റ്റാർട്ട് ചെയ്യട്ടെ അപ്പാ. ഓരോ ദിവസവും അത് അനുഭവിക്കട്ടെ യേശുവേ. ഇനി ഇത് നടക്കത്തില്ല എന്ന് എഴുതിത്തള്ളിയ മേഖലകൾ
കർത്താവിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. യേശുവേ നിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. യേശുവേ നിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. ഓരോ കുടുംബങ്ങളും അത് ചലിക്കട്ടെ അപ്പാ. മക്കളെ ചൊല്ലി ഭാരപ്പെടുന്നവർ, കർത്താവെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി സമാധാനമില്ലാതായിരിക്കുന്ന ബന്ധങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പുനഃസ്ഥാപിക്കപ്പെടട്ടെ അപ്പാ. അപ്പാ പുനഃസ്ഥാപിക്കപ്പെടട്ടെ അപ്പാ. ദൈവത്തിൻ്റെ ദൂതൻ അവിടെ സന്ദർശിക്കട്ടെ അപ്പാ. കർത്താവിൻ്റെ കൃപ അവിടെ ചലിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എന്നെ കാണുന്ന ഒരു വ്യക്തി, എനിക്ക് ആപ്പിളാണ് കാണുന്ന, ആപ്പിൾ തോട്ടത്തോട് ബന്ധിക്കപ്പെട്ട് അല്ലെങ്കിൽ അതിനോട് ആ കൃഷിയോട് ബന്ധിക്കപ്പെട്ടായിരിക്കുന്ന ഒരു വ്യക്തി ഭാരത്തോടായിരിക്കുന്നത്, തൻ്റെ കുടുംബത്തെ ചൊല്ലി ഭാരത്തോടായിരിക്കുന്നത്. കർത്താവേ നിൻ്റെ കൃപ കുടുംബത്തിന്മേൽ ചലിക്കണമപ്പാ. യേശുവേ നിൻ്റെ കൃപ കുടുംബത്തിന്മേൽ ചലിക്കണമപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ യേശുവേ അവിടുത്തെ സമാധാനം ഈ കേൾക്കുന്ന സകല കുടുംബങ്ങളും അനുഭവിക്കണം. അപ്പോൾ ആ സകല കുടുംബങ്ങളും അനുഭവിക്കണം, സ്വസ്ഥത അനുഭവിക്കണം. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപയിൽ ബ്ലെസ്സിങ്ങിൽ ധാരാളം നിറഞ്ഞു വരാം. എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.